കൂത്തുപറമ്പ് പറമ്പായി ചേരിക്കമ്പനിക്ക് സമീപം റസീന മൻസിലിൽ ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് അറസ്റ്റിലായവർ നിരവധികളാണെന്നാണ് റസീനയുടെ മാതാവ് ഫാത്തിമ വാദിക്കുമ്പോൾ, മറുവശത്ത് ഈ സംഭവത്തിൽ നിരവധി ദുരൂഹതകളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളും അതിലെ രാഷ്ട്രീയ സാമൂഹിക മാനങ്ങളും സങ്കീർണമായ ഒരു ചിത്രം നൽകുന്നുണ്ട്. ഈ കേസിൽ അറസ്റ്റിലായ VC മുബഷീർ, KA ഫൈസൽ, VK റഫ്നാസ് എന്നിവർ തങ്ങളുടെ ബന്ധുക്കളാണെന്നും അവർ യാതൊരു പ്രശ്നക്കാരല്ലെന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. റസീന ഒരു യുവാവിനൊപ്പം കാറിൽ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ കാറിൽ നിന്ന് ഇറക്കി സ്കൂട്ടറിൽ വീട്ടിലെത്തിക്കുക മാത്രമാണ് ഇവർ ചെയ്തതെന്നും അവർ വിശദീകരിച്ചു. എന്നാൽ ഈ വാദങ്ങളെല്ലാം PK ശ്രീമതിയെ പോലുള്ള നേതാക്കൾ ഉന്നയിച്ച താലിബാൻ വാദത്തെ തള്ളിക്കളയുന്നതിന് തുല്യമാണ്. CPM അംഗമായ ഫാത്തിമയുടെ ഈ പ്രതികരണം CPM ഔദ്യോഗിക നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമാണെന്നതും ശ്രദ്ധേയമാണ്. റസീനയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സാമ്പത്തിക ചൂഷണവും വൈകാരിക സമ്മർദ്ദവുമാണ് പ്രധാന കാരണമെന്ന് ഫാത്തിമയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. റസീനയ്ക്ക് ഒരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നതായും അയാൾ റസീനയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും ഫാത്തിമ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഈ ബന്ധം നിലനിന്നിരുന്നുവെന്നും ഇത് തങ്ങൾക്ക് ഇപ്പോൾ മാത്രമാണ് അറിയാൻ കഴിഞ്ഞതെന്നും അവർ പറഞ്ഞു. റസീനയുടെ വിവാഹ സമയത്ത് ലഭിച്ച 40ഓളം പവൻ സ്വർണം ഇപ്പോൾ അവരുടെ പക്കലില്ലെന്നും പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെന്നും ഫാത്തിമ വ്യക്തമാക്കി. ഈ പണവും സ്വർണവും യുവാവാണ് കൈക്കലാക്കിയതെന്നാണ് ഫാത്തിമയുടെ ആരോപണം. റസീനയുടെ ഭർത്താവ് വളരെ മാന്യനായ വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. മയിൽ സ്വദേശിയായ യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും ഫാത്തിമ ഇതിനോടകം അറിയിച്ചു. എന്നാൽ ഫാത്തിമയുടെ ഈ വിശദീകരണത്തിൽ പല പൊരുത്തക്കേടുകളും നിലനിൽക്കുന്നുണ്ട്. റസീനയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 18 വർഷത്തോളമായി. അന്ന് ലഭിച്ച സ്വർണം ഇപ്പോൾ പരിചയപ്പെട്ട ഒരു ആൺ സുഹൃത്തിന് നൽകി എന്ന് പറയുന്നത് പലർക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. കൂടാതെ റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ മരണവുമായി ആൺ സുഹൃത്തിന് നേരിട്ട് ബന്ധമില്ലെന്ന് സൂചിപ്പിച്ചിട്ടുള്ളതായും വിവരങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ ആൺ സുഹൃത്തിനായുള്ള പോലീസ് അന്വേഷണം നിർണായകമാണ്. ഇത് കണ്ടെത്തി ചോദ്യം ചെയ്ത ശേഷമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. സംഭവ ദിവസം റസീനയെയും ആൺ സുഹൃത്തിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായെന്ന് ഫാത്തിമ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ ഇടപെടൽ എന്തായിരുന്നു എന്നതും പ്രധാനമാണ്. യുവാവിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇത് പോലീസും ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആൺ സുഹൃത്തുമായി റസീനയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ആത്മഹത്യാക്കുറിപ്പിൽ സൂചനകളില്ലാത്ത സാഹചര്യത്തിൽ ഈ സൗഹൃദത്തെ ചോദ്യം ചെയ്തതും പൊതുസമൂഹത്തിൽ അപമാനിച്ചതുമാണ് റസീനയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന സംശയം കൂടുതൽ ബലപ്പെടുന്നുണ്ട്. റസീനയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. മരണവിവരം അറിഞ്ഞ് അദ്ദേഹം നാട്ടിലെത്തിയിട്ടുമുണ്ട്. ഈ സംഭവത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മാനങ്ങൾ വളരെ വലുതാണ്. റസീനയുടെ അച്ഛൻ A മുഹമ്മദും അമ്മ ഫാത്തിമയും CPMന്റെ അബു മാസ്റ്റർ നഗർ ബ്രാഞ്ച് അംഗങ്ങളാണ്. ഇവർ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെയും താലിബാൻ വാദത്തെ തള്ളിപ്പറഞ്ഞ് അറസ്റ്റിലായ പ്രതികളെ സംരക്ഷിക്കാൻ രംഗത്ത് വന്നത് CPM പ്രാദേശിക നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഇടയിൽ ഒരു സംഘർഷ സാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ വിഷയത്തിൽ CPM ഒരു പരസ്യമായ നിലപാട് പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. റസീനയുടെ ആത്മഹത്യയെ ഒരു ദുരഭിമാനക്കൊലയായി ചിലർ കാണുമ്പോൾ മറ്റുള്ളവർ ഇതിനെ സാമ്പത്തിക ചൂഷണത്തിന്റെ ഫലമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ ആത്മഹത്യക്ക് പിന്നിൽ സാധാരണയായി ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാവാം. സാമ്പത്തിക പ്രശ്നങ്ങൾ, വൈകാരിക ബന്ധങ്ങളിലെ തകർച്ച, സാമൂഹിക സമ്മർദ്ദം, പൊതുസമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന അപമാനം എന്നിവയെല്ലാം റസീനയുടെ കാര്യത്തിൽ ഒരുമിച്ച് വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഞായറാഴ്ചയാണ് റസീനയെ യുവാവിനൊപ്പം കണ്ടത്, ബന്ധുക്കൾ ഇടപെട്ടതും. അതിന് 2 ദിവസത്തിന് ശേഷം, അതായത് ചൊവ്വാഴ്ചയാണ് റസീനയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ദിവസങ്ങളിൽ റസീന മാനസികമായി കടന്നുപോയ അവസ്ഥ എന്തായിരുന്നു എന്നത് പ്രധാനമാണ്. ബന്ധുക്കളുടെ ഇടപെടൽ റസീനയ്ക്ക് മേൽ വലിയ മാനസിക സമ്മർദ്ദം ചെലുത്തിയിരിക്കാം. ഒരുപക്ഷെ താൻ പൊതുസമൂഹത്തിൽ അപമാനിക്കപ്പെട്ടുവെന്ന ചിന്ത അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കാം. പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ആൺ സുഹൃത്തിനെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് കേസിൽ കൂടുതൽ വ്യക്തത വരുത്തും. അറസ്റ്റിലായവരുടെ മൊഴികളും റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തപ്പെടേണ്ടതുണ്ട്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സദാചാര പോലീസിംഗിന്റെയും അതിക്രമങ്ങളുടെയും മറ്റൊരു ഉദാഹരണമായി ഈ സംഭവം ഉയർത്തിക്കാട്ടപ്പെടുന്നുണ്ട്. വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും അവരുടെ തിരഞ്ഞെടുപ്പുകളെ ചോദ്യം ചെയ്യലും പലപ്പോഴും ദാരുണമായ അന്ത്യങ്ങളിലേക്ക് നയിച്ചേക്കാം. റസീനയുടെ മരണം ഒരു പാഠമായി കണ്ട് ഇത്തരം സാമൂഹിക വിപത്തുകൾക്കെതിരെ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്.